യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹൽ സ്നേഹം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹൽ സ്നേഹം. മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹൽ സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹൽ സ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അടയാളമുള്ളൊരുത്തിനെയും തൊട്ടു പോകരുത്, മുദ്രയേൽക്കണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ ആത്മാവിൽ മുദ്രയേൽക്കണം. പരിശുദ്ധാത്മാവിന് മുദ്ര വേണം. ആ അച്ചാരം ഇപ്പോൾ തന്നെ നമുക്ക് ലഭിക്കണം. എങ്ങനെയാണ് അച്ചാരം കിട്ടുക? വാക്ക് ഉറപ്പിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ആയുസ് ക്രിസ്തുവിനായിട്ട് അങ്ങ് വേർതിരിച്ച് കൊടുത്താൽ, ആയുസ് ക്രിസ്തുവിന് വാക്കുറപ്പിച്ച് കൊടുത്താൽ, കർത്താവേ ഇനി ഞാൻ എൻ്റെ അല്ല നിൻ്റെയാണെന്ന് പറയുമ്പോൾ, കർത്താവേ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നു, എൻ്റെ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം മാത്രമല്ല, എൻ്റെ ആയുസ് മുഴുവൻ എന്നേക്കും മരണത്തോളം എൻ്റെ ജീവിതം യേശുവേ നിനക്ക് വേണ്ടി എന്ന് ഞാൻ വിൽക്കുമ്പോൾ, എന്ന് വിൽക്കാൻ വാക്ക് പറയുമ്പോൾ അടയാളം കിട്ടും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, പേടിക്കണ്ട. കർത്താവിനോടൊരു വാക്ക് പറഞ്ഞാൽ മതി. കർത്താവേ, ഞാൻ എൻ്റെ ഈ ആളത്വം നിനക്ക് വിട്ടു തരുന്നു, ഞാൻ വിൽക്കുന്നു. കർത്താവേ, എൻ്റെ ആളത്വം നിനക്ക് വിട്ടു തരുന്നു. നിത്യസ്വർഗം എനിക്ക് കിട്ടുന്നതിന് അച്ചാരമായി നിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. നിത്യസ്വർഗം, നിത്യശോഭന തീരം, നിത്യമായ സ്വർഗീയമായ തേജസ്, നിത്യസ്വർഗം എനിക്ക് കിട്ടുന്നതിന് വേണ്ടി അതിന് ഞാനിതാ എൻ്റെ ജീവിതം നിനക്ക് ഞാൻ വിട്ടുതരുന്നു, മുഴുവനായി തരുന്നു. എൻ്റേതൊന്നുമില്ല കർത്താവ്, എല്ലാം തരികയാണ്. ഇപ്പോൾ നീ എനിക്ക് ഈ ശരീരത്തിലിരിക്കുമ്പോൾ അച്ചാരമായി നിൻ്റെ പരിശുദ്ധാത്മാവിനെ തരണമേ, മുദ്ര തരണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വം. നിങ്ങൾ അതിന് അനുദപിച്ചാൽ, നിങ്ങൾക്ക് പറ്റിയ മ്ലേച്ഛത ഓർത്ത് കണ്ണീരോടെ യാചിച്ചാൽ, അനുദപിച്ചാൽ കർത്താവ് മോചനം തരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദുരിതം കർത്താവെ നീ നോക്കണമേ.
അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രം. എൻ്റെ കർത്താവെ മനസ്സലിയണമേ, എനിക്ക് പാവം വന്നുപോയി, അനേകം പാവങ്ങൾ വന്നുപോയി. എൻ്റെ കർത്താവെ എൻ്റെ ഈ ആത്മാവിൽ നിന്ന് പാവത്തിൻ്റെ രോഗത്തിന് സൗഖ്യം തരാൻ ഒരു വൈദ്യന്മാർക്ക് സാധ്യമല്ല. ഞാൻ പലരെയും കണ്ടു നോക്കി, വഴിപാടുകൾ കഴിച്ചു നോക്കി, കുരിശുതൊട്ടിൽ ചെന്ന് മെഴുതിരി കത്തിച്ച് നോക്കി, തീർത്ഥാടനം നടന്നുകൊണ്ട് തന്നെ ചെയ്തു നോക്കി. അതുകൊണ്ടൊന്നും എൻ്റെ പാവം മാറിയില്ല കർത്താവേ. നിത്യതര മുദ്ര എനിക്ക് കിട്ടിയില്ല കർത്താവേ. നിത്യതര മുദ്ര കിട്ടുവാനായിട്ട് കർത്താവേ ഞാനിതാ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന നല്ല വൈദ്യനായുള്ളവേ, എന്നോട് മനസ്സലിഞ്ഞ് എനിക്ക് രോഗസൗഖ്യം തരണമേ, പാവമോചനം തരണമേ. എന്നെ ഈ പാവം എന്നോട് കിട്ടിയില്ലെങ്കിൽ ഞാൻ പാവത്തിൽ മരിക്കേണ്ടി വന്നാലോ? എൻ്റെ കർത്താവെ ചിന്തിക്കാൻ വയ്യ. ഞാൻ ഇപ്പോൾ ഈ ഭൂമിയിൽ ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഞാൻ ഒരു ദിവസം കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ കെടുതികളുടെ നരകത്തിൻ്റെ ഭീകരത എനിക്ക് വരാതിരിക്കാൻ ഇപ്പോൾ നീ കൊണ്ട് മനസ്സലിയണമേ. അതിന് പകരമായി തിരുവമ്പാക കൊണ്ടുവരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ആകെ തിരുവമ്പാക വരുമ്പോൾ എനിക്ക് തിരുവമ്പാക അർപ്പണം ചെയ്യാൻ 2 തുള്ളിക്കണ്ണീര് മാത്രം, അനുതാപത്തിൻ്റെ തുള്ളിക്കണ്ണീര് മാത്രം. പ്രിയപ്പെട്ടവരെ, ഈ അനുതാപത്തോടെ കടന്നു ചെല്ലുമ്പോഴാണ് നമുക്ക് മോചനം കിട്ടുന്നത്, നമുക്ക് മുദ്ര കിട്ടുന്നത്, പാവമോചനം കിട്ടും, സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശം കിട്ടും. സ്തോത്രം. എന്നാൽ ഇവിടെ നാം വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടത് എന്താണ്? വെളിപ്പാട് പുസ്തകത്തിൽ നാം കണ്ടത് അവിടെ മുദ്രയേറ്റവരുടെ എണ്ണം 12 ഗോത്രങ്ങളുടെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 12 ഗോത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ദാൻ ഗോത്രത്തിൻ്റെ കാര്യം മിണ്ടിയിട്ടില്ല. ദാൻ യാക്കോബിൻ്റെ മക്കളിൽ ഒരാളാണ്. ദാൻ ഗോത്രത്തിന് മാത്രം മുദ്ര കിട്ടിയില്ല. 12 ഗോത്രങ്ങളുണ്ട്, ദാൻ ഗോത്രത്തിന് മാത്രം മുദ്ര കിട്ടിയില്ല. വായിക്കാം. യഹൂദാ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, ആശേർ ഗോത്രത്തിൽ 12,000, നപ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമിയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസ്സാഖാർ ഗോത്രത്തിൽ 12,000, സെബുലൂൻ ഗോത്രത്തിൽ 12,000, യോസേഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമീൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. മനശ്ശെ ഗോത്രം വാസ്തവത്തിൽ 12 മക്കളിൽ ഒരാളല്ല. മനശ്ശെ യോസേഫിൻ്റെ മകനാണ്. അപ്പോൾ യോസേഫ് ഗോത്രത്തിന് 12,000 കിട്ടി, ആ 12,000 പേർക്ക് മുദ്ര കിട്ടി. പക്ഷേ യോസേഫിൻ്റെ മകനായ മനശ്ശേക്കും ആ അനുഗ്രഹം കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഓർക്കണേ, പ്രതീക്ഷിക്കുന്ന ദാൻ ഗോത്രത്തിന് മുദ്ര കിട്ടിയില്ല, പ്രതീക്ഷിക്കാത്ത മനശ്ശെ ഗോത്രത്തിന് മുദ്ര കിട്ടി. അക്കരെ ചെല്ലുമ്പോൾ നാം പ്രതീക്ഷിക്കുന്ന ചിലർക്ക് മുദ്ര കാണുകയില്ല, പ്രതീക്ഷിക്കുന്ന ചിലർക്ക് മുദ്ര കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ ഭക്തനായി ജീവിച്ചു, ഇവിടെ പ്രസംഗിച്ചു, സുവിശേഷം പറഞ്ഞു, കുർബാന ചൊല്ലി, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളൊക്കെ നിവർത്തിച്ചു. പക്ഷേ പ്രതീക്ഷിക്കുന്നവർക്ക് മുദ്ര കിട്ടുന്നില്ല. ചിലർ പ്രതീക്ഷിക്കാത്ത ചിലർക്ക് കിട്ടുകയും ചെയ്തു. മനശ്ശെ ഗോത്രത്തിന് പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. മനശ്ശെ ഗോത്രം യോസേഫിൻ്റെ മകനാണ്. മനശ്ശെ ഗോത്രത്തിന് മുദ്ര കിട്ടി, യോസേഫ് ഗോത്രത്തിനും മുദ്ര കിട്ടി. പക്ഷേ ദാൻ ഗോത്രം ഉപേക്ഷിക്കപ്പെട്ടു. ഈ ഒരു ഭയാനകമായി കെടുതി നമുക്ക് വരരുത്. വളരെ ഗൗരവമേറിയ കാര്യമാണ്. കടന്നു ചെല്ലുമ്പോൾ കർത്താവേ, ഒരു ദിവസം പോകുമല്ലോ, അങ്ങ് പോകുമല്ലോ, ചെല്ലുമല്ലോ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ മുദ്രയില്ലാത്തതിനായി ഞാൻ നിൽക്കേണ്ടി വരുമോ? ഞാൻ വെട്ടപ്പെട്ടു പോകേണ്ടി വരുമോ? നരകാഗ്നിയിലേക്ക് തള്ളപ്പെടേണ്ടി വരുമോ? കർത്താവേ, പ്രതീക്ഷിക്കുന്ന ചിലർക്ക് മുദ്ര കിട്ടിയിട്ടില്ല, പ്രതീക്ഷിക്കാത്ത ചിലർക്ക് മുദ്ര കിട്ടുകയും ചെയ്തു. ഇതൊരു വലിയ അത്ഭുതമാണ്. പ്രതീക്ഷിക്കുന്ന ചിലർക്ക് കിട്ടുന്നില്ല. മുദ്ര കിട്ടുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ ദാൻ ഗോത്രത്തെ അവിടെ പേര് പറയുക പോലും ചെയ്തിട്ടില്ല. ദൈവം കണ്ടിട്ടേ ഇല്ല, ദൈവം കാണുന്നേ ഇല്ല, ദൈവം നോക്കുന്നേ ഇല്ല. ദാൻ ഗോത്രത്തിന് മുദ്ര കിട്ടിയില്ല. എന്തായിരിക്കും ദാൻ ഗോത്രത്തിന് മുദ്ര കിട്ടാതിരിക്കാൻ കാരണം? ഗൗരവമുള്ള കാര്യമല്ലേ. ദാൻ ഗോത്രം യാക്കോബിൻ്റെ മക്കളിൽ ഒരാളാണ്. ദാൻ ഇസ്രായേൽ വംശത്തിലുള്ളവനാണ്. പക്ഷേ എന്താണ് ദാൻ ഗോത്രം തള്ളപ്പെട്ടു പോയത്? തിരുവചനം വായിക്കുമ്പോഴാണ് രഹസ്യം മനസ്സിലാക്കുന്നത്. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 17 വാക്യം വായിക്കാം. ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് യാക്കോബിൻ്റെ, ദാൻ്റെ അപ്പനായ യാക്കോബിന് അതിൽ കൂടി പറയുകയാണ്. യാക്കോബ് പ്രവചനാത്മകമായി പറയുകയാണ്. ഓരോ മക്കളെക്കുറിച്ചും യാക്കോബ് ഇങ്ങനെ പറയുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. യാക്കോബ് പറയുകയാണ്, ദാൻ വഴിയിലൊരു സർപ്പമാണ്, പാമ്പാണ്. ദാൻ വഴിയിലൊരു സർപ്പവും, ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. വഴിയിലൊരു പാമ്പും പാതയിൽ സർപ്പവുമാകുന്നു. സർപ്പം, പാമ്പ് ഒന്ന് തന്നെ. അവൻ പിശാചാണ്. യാക്കോബ് സങ്കടത്തോടെ പറയുകയാണ്, അയ്യോ എൻ്റെ ദൈവമേ, എൻ്റെ മക്കളിൽ ഒരാൾ ദാൻ, അവൻ സർപ്പമായി പോയല്ലോ.
വഴിയിൽ പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. പിന്നെ അവൻ കുതിരയുടെ കുതികാൽ കടിക്കും. കുതിരപ്പുറത്ത് കയറി ഒരാൾ പോകുമ്പോൾ ഈ പാമ്പ് കുതിരയുടെ കുതികാൽ കടിക്കും. പുറത്തു കയറിയവൻ മലർന്നു വീഴും. കുതിര ചത്തു വീഴും. അപ്പോൾ കുതിരപ്പുറത്ത് പോകുന്ന മനുഷ്യൻ അവനും മലർന്നു വീഴും. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. സ്തോത്രം. മറ്റു മക്കളെക്കുറിച്ച് പറയുമ്പോഴൊന്നും യാക്കോബ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. സ്വന്തം മകനായി ദാനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ യാക്കോബ് കരയുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ മോൻ്റെ അവസാനം എങ്ങനെയാകുമല്ലോ? അവൻ പാതയിൽ സർപ്പമായി തീരുമല്ലോ, വഴിയിൽ പാമ്പായി തീരുമല്ലോ. എൻ്റെ കർത്താവേ, അവൻ നശിച്ചു പോകുമല്ലോ. യഹോവേ, ഞാൻ നിൻ്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. കർത്താവേ, എൻ്റെ മോനോട് കരുണ തോന്നണമേ. നിൻ്റെ രക്ഷയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദാൻ ഗോത്രത്തിന് പറ്റിയതായ അബദ്ധം, അവനിൽ പാമ്പിൻ്റെ സ്വഭാവമുണ്ട്. ആദിമ മാതാപിതാക്കളെ വഞ്ചിച്ച പാമ്പിൻ്റെ സ്വഭാവം. ഏതോടത്തിലേക്ക് കടന്നു ചെന്ന് സ്ത്രീയെ വശീകരിച്ച് ഹൗവായോട് നുണ പറഞ്ഞ് ഹൗവായെ അബദ്ധത്തിൽ ചാടിച്ച ആ ദുഷ്ടനായ പാമ്പിൻ്റെ സ്വഭാവമാണ് എൻ്റെ മകൻ ദാനിലുള്ളത്. ഏതോടത്തിൻ്റെ സൗഭാഗ്യ സമ്പത്തിൽ നിന്ന് അവരെ ബഹിഷ്കൃതരാകുവാൻ തക്കവണ്ണം, അവിടെ നിന്ന് പറഞ്ഞു വിടുവാൻ തക്കവണ്ണം പാപം ചെയ്യുവാൻ ഹൗവായെയും ആദാമിനെയും പ്രേരിപ്പിച്ച സ്വഭാവമാണ് ഈ പാമ്പിനുള്ളത്. ദാൻ വഴിയിലൊരു പാമ്പാണ്. മറ്റുള്ളവരോട് നുണ പറഞ്ഞ് വഞ്ചിക്കുന്ന സ്വഭാവം, നുണ പറഞ്ഞ് കണിയിലാക്കുന്ന സ്വഭാവം, വ്യാജം പറയുന്ന സ്വഭാവം. ദാൻ വഴിയിലൊരു പാമ്പാണ്, പാതയിലൊരു സർപ്പമാണ്. ശ്രദ്ധിക്കൂ, ഭയപ്പെടേണ്ട കാര്യമാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ മാലിന്യം. പാമ്പ് അന്ന് ഏതെങ്കിലും തോട്ടത്തിൽ ചെന്ന് ഹൗവായോട് സംസാരിക്കുമ്പോൾ പാമ്പല്ല, പിശാചാണ്, സാത്താനാണ്. എന്നാലും പാമ്പല്ല. നിങ്ങൾക്കറിയാമോ അത്? ഈ സാത്താൻ ചെന്ന് ഹൗവയുടെ അടുക്കിലേക്ക് ചെന്ന് തക്കം നോക്കിയെന്ന് ആദാം അവിടെ ഇല്ല. കൂട്ടായ്മ എന്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ആദാം അവിടെ കൂടെ ഇല്ല, സ്ത്രീ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒരു വിരുന്നുകാരൻ വരുന്നു. വിരുന്നുകാരനെ അവൾ സൽക്കരിച്ചിരുത്തി. ഹൗവ വന്നിട്ടേ ഇരിക്കണം വിളിച്ചു. ഈ സാത്താൻ വളരെ സന്തോഷത്തോടെ ഇരുന്നു. സാത്താൻ ചോദിച്ചു, നിങ്ങൾ മഹാഭാഗ്യശാലികളാണല്ലോ. ഷോ, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ഭാഗ്യം കിട്ടിയത്? ഇതൊക്കെ നിങ്ങളുടെയാണോ? പിന്നല്ലാതെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് തന്നത്, ഞങ്ങളുടെ ദൈവം തന്നത് അല്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കാമോ? പിന്നല്ല, ഈ കായ്കളും പഴങ്ങളും പൂക്കളും എല്ലാം ഉണ്ടല്ലോ. ഈ മനോഹരമായ തോട്ടം, എന്ത് സുന്ദരമായ തോട്ടമാണ്, മുഴുവൻ നിങ്ങളുടെയാണോ? അതേന്ന് ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് തന്നതാണ്, ഞങ്ങളുടെ സൃഷ്ടാവ് ഞങ്ങൾക്ക് തന്നതാണ്. സ്ത്രീ അഭിമാനത്തോടെ പറയുന്നത്. ഈ സാത്താൻ വഞ്ചകനല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാമല്ലേ? അനുഭവിക്കാം. പക്ഷേ അവിടെ നിൽക്കുന്ന നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഉണ്ടല്ലോ, അത് തിന്നണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്താ? തിന്നാൽ നിങ്ങൾ മരിക്കും. ഈ സാത്താൻ പൊട്ടിച്ചിരിച്ചു, ഹാസ്യാത്മകമായി ചിരിച്ചു. കഷ്ടം, നിങ്ങൾ ഇത്ര വിഡ്ഢികളായി പോയല്ലോ. എന്ത് മണ്ടത്തരായി പറയുന്നത്? തിന്നാൽ മരിക്കുകയില്ല, നിശ്ചയം. നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം. അതാ ദൈവം തിന്നണ്ടെന്ന് പറഞ്ഞത്. തിന്നാൽ മരിക്കുകയില്ല, നിശ്ചയം. നിങ്ങൾ ദൈവത്തെ പോലെ ആകും ദൈവം അറിയുന്നു, അതുകൊണ്ട് നിങ്ങളോട് തിന്നണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ഈ വന്ന വിരുന്നുകാരൻ, അതിഥിയുടെ വാക്ക് കേട്ട് ഹൗവ കൊതിയോടെ നോക്കിയ പഴത്തിലേക്ക് പറ്റിയ സമയമാണെന്ന് അവൻ കണ്ടു. അവൻ തന്നെ ചെന്ന് പറിച്ചു ഹൗവയ്ക്ക് ഒരെണ്ണം കൊടുത്തു. തിന്നു നോക്ക്, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഹൗവ തിന്നു. ഹൗവയ്ക്ക് ഒരു പെപ്രളായി. ഞാൻ തിന്നു, പക്ഷേ ഇനി ആദാം വരുമ്പോഴോ ആദാമിന് കൊടുക്കാം. അപ്പോൾ ഏതായാലും ഞങ്ങൾ പുറന്തള്ളിട്ട് പോയാൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമല്ലോ. ആദാമിന് കൊടുത്തു. സ്ത്രീയുടെ വഞ്ചനയാൽ ആദാമും കുടുങ്ങി. ദൈവം വന്നു. നിത്യനായ ദൈവം പതിവ് പോലെ വന്നു. വെയിലാറുന്ന സമയത്ത് ദൈവം വന്നപ്പോൾ ആദാമിനെ കാണുന്നില്ല. ദൈവം ഏതോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നീ എവിടെ ആദാമേ നീ എവിടെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. ആദാം പറഞ്ഞു, ഞാനിവിടെ ഉണ്ടേ, ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണ്. എന്ത് പറ്റി നിനക്ക്? എന്ത് പറ്റി? ഞാൻ ഒളിച്ചിരിക്കുകയാണ്. തിന്നരുതെന്ന് പറഞ്ഞ ഫലം നീ തിന്നുവോ? തിന്നുപോയി. ആ സ്ത്രീ എനിക്ക് തന്നുകൊണ്ടാണ്. എനിക്ക് തിന്നൊന്നുണ്ടായിരുന്നില്ല, സ്ത്രീ തന്നു, ഞാൻ അതുകൊണ്ട് തിന്നുപോയി. സ്ത്രീ വിളിച്ചു, നീ എന്താണ് ചെയ്തത്? പിശാച് ചതിച്ചതാ, പാമ്പ് എന്നെ ചതിച്ചു. ദൈവം ഈ സാത്താൻ വിളിച്ചു, നീ ചെയ്തതെന്ത്? നീ ചെയ്ത അക്രമം കൊണ്ട് നീ ഇനിമേൽ എഴഞ്ഞ് നടക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഉരസ് കൊണ്ട് നീ ഗവിക്കും. ഉരകം, പാമ്പ്.
ഊരസ് കൊണ്ട് നെഞ്ചുകൊണ്ട് നീ ഗമിക്കും, നീ യാത്ര ചെയ്യും, നീ എഴഞ്ഞു നടക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യമുണ്ട്, നീ ഈ മഹാദ്രോഹം ചെയ്തതുകൊണ്ട് സ്ത്രീയുടെ സന്തതിയായ ഒരാൾ ജനിക്കും. ആ സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പുരുഷൻ വീട്ടിലില്ലാതിരുന്നപ്പോൾ അവൾക്ക് വേണ്ടായെന്ന് വയ്ക്കാമായിരുന്നു. ആളെ സൽക്കരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു അതിഥി ഒന്നും ഭർത്താവ് വീട്ടിലില്ല. ക്ഷമിക്കണം, ഇരിക്കാൻ പറയുന്നില്ല, കാരണം ഇവിടെ ഭർത്താവ് ഇവിടെ ഇല്ല. അത് വെളിയിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം ഉള്ളപ്പോൾ വന്നോളൂ അങ്ങനെ പറഞ്ഞാൽ മതി. വാതിലിൻ്റെ മറയിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി. അങ്ങനെ നേരെ ചെന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതാണ് സ്ത്രീയുടെ യോഗ്യത. കുറച്ച് ലജ്ജാശീലമൊക്കെ വേണമല്ലോ, ഒരു മാന്യത വേണമല്ലോ. ഹൗവ അത് നോക്കിയില്ല. ആളെ വിളിച്ച് സൽക്കരിക്കുന്നു, സംസാരിക്കുന്നു, വാക്കുതോരാതെ സംസാരിക്കുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അപകടത്തിൽ വീണു. സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാൻ പാമ്പായി പോയി, വഴിയിൽ സർപ്പമായി പോയി. കുതിരപ്പുറത്ത് കയറി ഒരാൾ ഓടിച്ചു വരുമ്പോൾ കുതിരയുടെ കുതികാലിൽ പാമ്പ് കടിക്കുന്നു, കുതിര ചത്തു മലയ്ക്കുന്നു, ഒപ്പം കയറിയവൻ മലർന്ന് വീഴുന്നു. ദൈവമേ, എന്നോട് മനസ്സിലിയണമേ, എന്നെ രക്ഷിക്കണമേ, നിന്നെ രക്ഷിക്കാൻ ഞാൻ കാക്ഷിക്കുന്നു. ദൈവമേ, അപ്പൻ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, ദാൻ പാമ്പ്. ഈ സ്വഭാവം അവനുള്ളതുകൊണ്ടാണ് അവൻ്റെ പേര് മുദ്രയിട്ടവരുടെ നിരയിൽ കിട്ടാത്തത്. രണ്ടാമത്തേത് വായിക്കാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 22-ാം വാക്യം. 33-ാം അധ്യായം 22-ാം വാക്യം. ദാനെക്കുറിച്ച് അവൻ പറഞ്ഞത്, ദാൻ ബാലസിംഹമാകുന്നു. ദാൻ ബാലസിംഹമാകുന്നു. അത് പറയുന്നത് മോശയാണ്. മോശ വർഷങ്ങൾക്ക് ശേഷം, അത് ആദാമിൻ്റെയും ഹുവായുടെയും ആ സംഭവത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം മോശ പറയുകയാണ്, ദാൻ ഒരു ബാലസിംഹമാകുന്നു. അവൻ ബാശാനിൽ നിന്ന് ചാടുന്നു. ചാടിക്കോപിക്കുന്ന പ്രകൃതം. ബാശാനിൽ നിന്ന് ചാടുന്നു. ബാശാൻ പർവ്വതമാണ്. പർവ്വതത്തിൽ ചാടി ഏതും പ്രകൃതിയെയും ഭീഷണിപ്പെടുത്തി അതിനെ കൊല ചെയ്ത് അതിൻ്റെ മാംസം ഭക്ഷിക്കുന്ന ഭീകരനായ സിംഹമാണ് താൻ. താൻ എല്ലാവരെയും കടിച്ചു കീറുന്നവനാണ്. സിംഹത്തിൻ്റെ പ്രകൃതി. പ്രിയപ്പെട്ടവരെ, വർണ്ണിക്കാൻ കുറേ ഉണ്ടല്ലോ. പലർക്കും സിംഹത്തിൻ്റെ പ്രകൃതിയുണ്ട്. കോപിച്ച് സംസാരിക്കും, ഗർജിക്കും, വീട്ടിൽ അട്ടഹസിക്കും. അപ്പനാണോ അമ്മയാണോ നോക്കൊന്നുമില്ല. ഒരു വിനയവുമില്ലാതെ ഹീനമായി സംസാരിക്കും. അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് വാദിക്കും. ഇതെല്ലാം ഈ ബാലസിംഹത്തിൻ്റെ സ്വഭാവമാണ്. കോപം, ഭയങ്കരമായ കോപം. എന്ത് ഇത്ര വിട്ട് കോപം? അമ്മയ്ക്ക് മനസ്സിലാവില്ല, അപ്പനും മനസ്സിലാവില്ല. മനസ്സിലാകും എങ്ങനെ? സാത്താൻ കയറിക്കൂടിയിരിക്കുകയാണ്, പിശാചകത്ത് കയറിയിരിക്കുകയാണ്. ഈ കോപം വരുന്നതിന് പിന്നിൽ പിശാചാണ്. ഭയങ്കരമായി ചാടുന്നു, ബാശാനിൽ നിന്ന് ചാടുന്നു. ചാടിക്കടിക്കുന്ന സ്വഭാവം, ഗർജിക്കുന്ന സ്വഭാവം, അട്ടഹസിക്കുന്ന സ്വഭാവം, കോപിച്ചലർന്ന സ്വഭാവം. അല്ലേ? എങ്ങനെയല്ലേ പലർക്കും? നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെയൊക്കെ ജീവിതം എങ്ങനെയാണ്? കോപം, അടക്കാൻ വയ്യാത്ത കോപം വരുന്നു. കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഈ കോപത്തിന് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലോ എന്ന് ഓർക്കും. ഈ വലിയ കോപിക്കാൻ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. കോപം, ഒരു നിലയില്ലാത്ത കോപം. അപ്പനോടും അമ്മയോടും ആരോടും കോപം. ഇല്ലേ? ചില ചെറുപ്പക്കാരുണ്ടല്ലോ, അവർ എന്ന് നല്ല കാര്യം പറഞ്ഞാലും കോപിക്കും, നല്ല കാര്യം പറഞ്ഞാലും ഉപദേശം കൊടുത്താലും കോപിക്കും. കോപിക്കുന്ന സ്വഭാവം. ദാൻ ബാലസിംഹമാകുന്നു, അവൻ ബാശാനിൽ ചാടുന്നു. ഒന്ന്, ദാൻ പാമ്പ്, പാമ്പിൻ്റെ സ്വഭാവം. രണ്ട്, ദാൻ ബാലസിംഹം. മൂന്നാമത്തേത് എന്താണ്? ന്യായാധിപരുടെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം. ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നത് എന്ത്? കപ്പലുകൾക്കരികെ താമസിക്കുന്ന വെച്ചാൽ അവൻ പ്രവർത്തനരംഗത്തേക്ക് പോകുന്നില്ല, വയലിലേക്ക് പോകുന്നില്ല, യുദ്ധരംഗത്തേക്ക് പോകുന്നില്ല. മറ്റെല്ലാവരും പോയി, സെബൂലും പോയി, നഫ്താലി പോയി, മറ്റ് ഗോത്രങ്ങളെല്ലാം പോയി. പക്ഷേ ദാൻ മാത്രം കപ്പലുകൾക്കരികെ അലസനായിരിക്കുന്നു. അലസത. വചനം കേൾക്കാൻ താല്പര്യമില്ല, വചനം കേൾക്കാൻ വിളിച്ചാൽ വരികയില്ല, കൂട്ടായ്മ യോഗത്തിലേക്ക് വരികയില്ല, പ്രാർത്ഥിക്കാൻ വരികയില്ല. രാവിലെ അപ്പനോ അമ്മയോ നിർബന്ധമായി വിളിച്ചാൽ, വളരെ നേരം വിളിച്ചാലേ ഒന്ന് എഴുന്നേറ്റ് വരികയുള്ളൂ. വന്നാലും പ്രാർത്ഥിക്കാൻ ശരിയായിട്ടിരിക്കുകയില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. സന്ധ്യാസമയത്ത് പ്രാർത്ഥനയോ മുടങ്ങിയിരിക്കുകയാണല്ലോ. ഏതെങ്കിലും ക്ലബ്ബുകളിലോ മറ്റോ പോയി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി, വല്ല വീടുകളിലും പോയി, അല്ലെങ്കിൽ വല്ല പേടിയ തിണ്ണയിലിരുന്ന് വിലയേറിയ സമയം പാഴാക്കി കളയുന്നു, പ്രാർത്ഥിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അലസത. ദൈവവേലയിൽ അലസത. കൂട്ടായ്മയ്ക്ക് പോവുകയില്ല, വചനം കേൾക്കാൻ താല്പര്യമില്ല, അലസത. അവൻ കപ്പലുകൾക്കരികെ പാർക്കുന്നത്. എല്ലാവരും യുദ്ധത്തിന് പോയി, ദാൻ മാത്രം കപ്പലുകൾക്കരികെ പാർക്കുന്നു. നാലാമത്തെ കാര്യം എന്താണ്? ന്യായാധിപരുടെ പുസ്തകം
18-ാം അധ്യായം 16 മുതൽ 18 വരെ വാക്യങ്ങൾ. യുദ്ധസന്നദ്ധരായ ദാന്യർ 600 പേരും വാതിൽക്കൽ നിന്നു. ദേശം ഉറ്റുനോക്കുവാൻ പോയിരുന്നവർ 5 പേരും അകത്ത് കടന്നു. കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗ്രഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും എടുത്തു. ദാന്യർ വിഗ്രഹാരാധികൾ വിഗ്രഹം എടുത്തു. വാർപ്പുണിയായ വിഗ്രഹം, കൊത്തുപണിയായ വിഗ്രഹം എടുത്തു. വിഗ്രഹാരാധന. ഇന്ന് അനേകരുണ്ട്. ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ മാത്രമല്ല, രാഹുകാലം നോക്കുന്നു, ശകുനം നോക്കുന്നു, ലക്ഷണം നോക്കുന്നു. ഇതെല്ലാം പാവമാണ്. ഇതെല്ലാം വിഗ്രഹസേവയാണ്. വിഗ്രഹാർപ്പിതം തിന്നുന്നു. വിഗ്രഹാർപ്പിതം. ദാൻ വിഗ്രഹാരാധിയായി മാറി. 5-ാമത്തെ കാര്യം എന്താണ്? ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. മീഖാവ് തീർപ്പിച്ചവയെയും അവനുണ്ടായിരുന്ന പുരോഹിതനെയും അവർ കൊണ്ടുപോയി ലയീസിൽ സ്വൈര്യവും നിർഭയവുമായിരുന്ന ജനത്തിൻ്റെ അടുക്കൽ എത്തി അവരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി. ഒരു ദേശത്തേക്ക് ചെന്ന് അവിടെയുള്ളവരെല്ലാവരെയും വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി നശിപ്പിച്ചു. ക്രൂര ഹൃദയമുള്ളവർ. ആരോട് എന്ത് ചെയ്യാൻ മടിയില്ല. ആർക്കെങ്കിലും ദോഷം ചെയ്യാൻ മടിയില്ല. കൊല്ലാൻ മടിയില്ല. അടിക്കാൻ മടിയില്ല. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും മരിക്കണമെന്നുള്ളതായി ആഗ്രഹങ്ങൾ വന്നാൽ അത് പാവമാണ്, കൊലപാതകമാണ്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൊലപാതകത്തിൻ്റെ ഏതെങ്കിലും പാവം നിങ്ങളുടെ ജീവിതം വന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കണം. ഗർഭഛിദ്രം കൊലപാതകമാണ്. ഒരു ശിശു ഉരുവായി കഴിഞ്ഞപ്പോൾ ആ ശിശുവിനെ കൊല്ലുന്നത് കൊലപാതകമാണ്, തെറ്റാണ്, കൊലപാതകം. ആ കുഞ്ഞിനോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഇപ്പോൾ കുഞ്ഞ് വേണ്ട എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പാവമാണ്, കൊലപാതകം. അതുപോലുള്ളതായ പാതകങ്ങൾ അല്ല. ആരെങ്കിലും അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പാവപ്പെട്ടവനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? സാധുവിനെ മർദ്ദിച്ചിട്ടുണ്ടോ? വിനയപൂർവ്വം നിൽക്കുന്ന പാവപ്പെട്ട ഭാര്യയെ അടിച്ച് തൊഴിച്ച് വീഴിച്ചിട്ടുണ്ടോ? ഒരു സ്ത്രീ ഒരിക്കൽ പറഞ്ഞു, പൂർണ്ണ ഗർഭിണിയായിരുന്നു, കുടിച്ച് മതിച്ചു വന്നിട്ട് ഭർത്താവ് അവളുടെ വയറിലേക്ക് തൊഴിച്ചു. അവൾ വീണുപോയി. അസഹ്യമായ വേദന തുടങ്ങി. പ്രസവവേദനയാണോ അറിയാൻ പാടില്ല. അവൾ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ ചോദിച്ചു, എന്തു പറ്റി? ഭർത്താവ് തൊഴിച്ചാണെന്ന് അവൾ പറഞ്ഞില്ല. ഒരു വീഴ്ച പറ്റിപ്പോയി. ഒരു വീഴ്ച വന്നതാണ്. വീണു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകരെ കശ്മലന്മാരാണ്, ദുഷ്ടഹൃദയമുള്ളവരാണ്. ആരെങ്കിലും വേദനിക്കുന്നത് കണ്ടിട്ട് വേദനിക്കാൻ തോന്നുന്നില്ല. വേദനിക്കുന്നവരോടുകൂടെ വേദനിക്കാൻ സാധിച്ചാലാണ് ദൈവികമായ ഉദ്ദേശം വരുന്നത്, ദൈവികമായ സ്വഭാവം വരുന്നത്. വേദനിക്കുന്നവരുടെ കൂടെ വേദനിക്കാൻ സാധിക്കുക. കശ്മലന്മാരെന്ന് പറയും. ദുഷ്ടഹൃദയമുള്ളവർ, ക്രൂരഹൃദയമുള്ളവർ. പ്രിയപ്പെട്ടവരെ, ദാന്യർ ആ ലയീശിലുണ്ടായിരുന്ന നിർഭയമായിരുന്ന സാധുക്കളായ നിരപരാധികളായിരുന്ന ആളുകളെല്ലാം വാളുകൊണ്ട് വെട്ടി വായുത്തലയാൽ സംഹരിച്ചു കളഞ്ഞു. വലിയൊരു സംഹാരം. ഞാൻ തിരുക്കത്തിൽ പറഞ്ഞെങ്കിലും ഓർക്കുക. 1, ദാൻ്റെ സ്വഭാവം പാമ്പിൻ്റെ സ്വഭാവം. 2, ദാൻ്റെ സ്വഭാവം സിംഹത്തിൻ്റെ സ്വഭാവം. 3, ദാൻ വിഗ്രഹാരാധന നടത്തുന്നവനാണ്. 4, ദാൻ ദൈവത്തിന് സ്തോത്രം, ദാൻ യുദ്ധസമയത്ത് അലസനായിരുന്നവന്. 5-ാമത്തെ കാര്യം, ദാൻ നിർഭയമായിരുന്ന നിരപരാധികളായിരുന്ന ആളുകളെ കൊന്നവൻ. അവൻ്റെ പേര് മുദ്രയേറ്റവരുടെ നിലയിൽ കിട്ടിയില്ല. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്കിനി ചിന്തിക്കാം. നിങ്ങൾക്ക് മുദ്ര കിട്ടാൻ യോഗ്യതയുണ്ടോ? ചിന്തിക്കാം. മുദ്ര കിട്ടാൻ അർഹതയുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. ഇല്ലെന്ന് മനസ്സിലായാൽ, മുദ്ര കിട്ടിയില്ല എന്ന് മനസ്സിലായാൽ നിങ്ങളിപ്പോൾ കരയാം. കർത്താവിനോട് പറയാം, കർത്താവേ, തെറ്റുകൾ പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി, എനിക്ക് വീഴ്ച വന്നുപോയി, ഞാൻ ക്രൂരമായി സംസാരിച്ചു പോയി. ആരോടൊന്നില്ല, എല്ലാവരോടും ക്രൂരതയായിരുന്നു, ഞാൻ കഠിന ഹൃദയനായിരുന്നു. കർത്താവേ, എൻ്റെ ദൈവമേ, കെഞ്ചി അയച്ച പാവപ്പെട്ട ഭാര്യ ഞാൻ ഉപദ്രവിച്ചു പോയി. കെഞ്ചി അയച്ച കുഞ്ഞുങ്ങളെ ഞാൻ തള്ളിയിട്ട് പോയി, അവരെ തൊഴിച്ചകറ്റിപ്പോയി. മദ്യത്തിന് ലഹരി പിടിച്ചതുകൊണ്ട് ഞാൻ അരുതാത്ത കാര്യങ്ങൾ പലതും ചെയ്തു പോയി. കർത്താവേ, എനിക്ക് മോചനമില്ലല്ലോ, എനിക്കൊരു മോചനം നീ തരുമോ? എൻ്റെ പേര് ജീവനപുസ്തകത്തിൽ എഴുതി ചേർക്കുമോ? അതിനായി ഞാനിതാ എന്നെ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവേ, എൻ്റെ ഈ പാവങ്ങളെല്ലാം വഹിച്ചുകൊണ്ടാണല്ലോ നീ കുരിശിൽ മരിച്ചത്. അതുകൊണ്ടാണല്ലോ നിനക്ക് അത്രയും കഠോരമായ ശിക്ഷ കിട്ടിയത്. കുരിശിൽ മരിച്ചപ്പോൾ കർത്താവേ, നീ പിടഞ്ഞ് മരിക്കുന്നതിന് കാരണം ഞാനായിരുന്നല്ലോ. എൻ്റെ പാവമായിരുന്നല്ലോ, എൻ്റെ ക്രൂര ഹൃദയമായിരുന്നല്ലോ, എൻ്റെ കുടില മനസ്സായിരുന്നല്ലോ, എൻ്റെ വളഞ്ഞ ബുദ്ധിയായിരുന്നല്ലോ, എൻ്റെ വഞ്ചനാ സ്വഭാവമായിരുന്നല്ലോ, എൻ്റെ കോപാക്രാന്തമായ പെരുമാറ്റമായിരുന്നല്ലോ. കർത്താവേ, നീ എനിക്ക് വേണ്ടി എല്ലാം സഹിച്ചല്ലോ.
നാഥ, ഞാനിപ്പോൾ തിരുമുമ്പാകെ വരട്ടെ, എനിക്കൊരു മോചനം തരുമോ? നിൻ്റെ തിരുരാവിൽ ഒഴിയ തിരക്തം ഒരു തുള്ളി എൻ്റെ നെറ്റിയിൽ വീണ് എനിക്ക് മുദ്ര തരുമോ? യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ ഒഴിയ തിരക്തത്താൽ മുദ്ര കിട്ടും. വാസ്തവമായി അനുദപിച്ചാൽ നിങ്ങൾക്ക് മുദ്ര കിട്ടും. വാസ്തവമായി അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് മുദ്ര കിട്ടും. മുദ്ര വേണമോ നിങ്ങൾക്ക്? യേശു ക്രിസ്തു തരുന്ന ഈ മുദ്ര വേണമോ? നമുക്ക് ഈ മുദ്ര തരാനാണ് അവൻ തിരക്തം ചിന്തിയത്. നമുക്ക് നിത്യജീവൻ്റെ അവകാശം തരാനാണ് അവൻ നിത്യനരകം രുചി നോക്കിയത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിതം സമർപ്പിക്കാം. കഴിഞ്ഞ കാല ജീവിതത്തിലെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവേ, ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുന്ന ദൈവത്തോട് നിങ്ങൾക്ക് വാക്ക് പറയാം. ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് തുടങ്ങാം. അനുഗ്രഹീതമായ സർവ്വസമാധാനമുള്ളതായ ഒരു സ്വർഗീയ ജീവിതം നിങ്ങൾക്ക് തുടങ്ങാം. മുദ്രയേറ്റവരായി നിങ്ങൾക്ക് എഴുന്നേൽക്കാം. ആർക്കെല്ലാം താല്പര്യമുണ്ട്? കർത്താവേ, എനിക്ക് മുദ്ര തരണമേ. എൻ്റെ ജീവിതത്തിൽ വന്നു പോയ അബദ്ധങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളും ഒന്നും എൻ്റെ മേൽ കണക്കിടല്ലേ. കർത്താവേ, നിൻ്റെ ക്രൂസിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ എനിക്ക് മുദ്ര തരണമേ. പ്രാർത്ഥിക്കൂ. മുദ്രയുള്ളവരുടെ നെറ്റിയിൽ അടയാളമിടും. ദൈവത്തിന് സ്തോത്രം. കരയുന്നവരുടെ നെറ്റിയിൽ അടയാളമിടും. മ്ലേച്ഛലോർത്ത് കരയുന്നവരുടെ നെറ്റിയിൽ അടയാളമിടും. അല്ലാത്തവരെല്ലാം വെട്ടിക്കളയും. അടയാളം ഒരുത്തിനെയും തൊട്ടുപോകരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഇന്ന് മുദ്ര പ്രാപിക്കാം. അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ തലകളെ ഉണക്കുക, കണ്ണുകൾ അടയ്ക്കുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ യേശുവെ, സ്ഥിരമുദ്ര നിന്ന്, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നിന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വന്നുപോയ പാവങ്ങൾ, അനേകം പാവങ്ങൾ, അനേകം എണ്ണിക്കൂടാത്ത പാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. കർത്താവേ, എണ്ണി ഞാൻ ഓർക്കുന്നു. ഓരോന്നോർത്ത് ഞാൻ അനുഭവിക്കുന്നു. ഇനിമേൽ ഞാൻ പാവം ചെയ്യുകയില്ലെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ കർത്താവേ, കരുണ തോന്നി എൻ്റെ അരികിലേക്ക് വന്ന് നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ നിന്ന് വെക്കണമേ. ആ തൃക്കരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം എൻ്റെ നെറ്റിയിൽ പതിയണമേ. അങ്ങനെ മുദ്ര പ്രാപിച്ചനായി പോകുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, മുദ്രയേറ്റരുടെ എണ്ണത്തിൽ ഞങ്ങൾ പെടാതെ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുദ്രയേറ്റരുടെ എണ്ണത്തിൽപ്പെട്ട് രക്ഷപ്രാപിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളാകുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചുകൊണ്ട് ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരുടെ മേൽ മുദ്ര ചാർത്തണമേ. അവിടുത്തെ നിത്യജീവന് വേണ്ടി മുദ്രയിട്ട് കൊള്ളണമേ. നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരന് വേണ്ടി ഒരുക്കിക്കൊള്ളണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.